കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ശ്രീമതി ശോഭയും നമ്മളൊക്കെ കൂടെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഫലമായി അദ്ദേഹത്തെ മോചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ സമരം പോലീസുകാരോടും പറയാനുള്ളത് ഞങ്ങളൊരു സൂചനയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എത്ര സംവിധാനം ഉപയോഗിച്ചോ ഈ കളക്ടറേറ്റിന്റെ ഉള്ളിൽ ഞങ്ങൾ കയറണമെന്ന് വെച്ചാൽ പിന്നെ മാന്യമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിലുണ്ടെന്ന് പറയുന്നതുകൊണ്ട് അവരുടെ പണിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ഈ രീതിയിൽ നിർത്തിയത്. ഞങ്ങളോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങളോടും മര്യാദയില്ലാതെ ഞങ്ങൾ പെരുമാറും എന്ന് ഈ സമരം സമാധാനപരമായി ചേലക്കരയിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഹംസോട് വിളിച്ച് ചോദിക്കാൻ പറയണം. അതെ, എന്താണ് ശ്രീമതി ശോഭ ഇവിടെ സൂചിപ്പിച്ച ചേലക്കര സിഐ മാപ്പ് പറഞ്ഞാണ് ഒഴിഞ്ഞുപോയത്, പെൻഷൻ മേടിച്ചത്. അതുകൊണ്ട് ഞങ്ങളോട് വേണ്ട കളി അത് ഒരു 30 വർഷത്തിന്റെ പിന്നിൽ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം മിണ്ടാതെ അച്ചടക്കത്തോടുകൂടി നമ്മൾ ഇപ്പുറത്ത് എങ്ങനെയാണ് ഇറങ്ങിയത് അപ്പുറത്ത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിരവധി ആളുകളുണ്ടായിരുന്നു. നിങ്ങൾ ചുമ്മാ തീരുമാനം പറഞ്ഞു നിരവധി ആളുകളുണ്ടായിരുന്നു. അതായത്
ഒന്ന് ഒതുങ്ങി സുരേഷ് ക്യാമറ വെച്ചോട്ടെ ക്യാമറ വെച്ചോട്ടെ ജില്ലയുടെ ക്യാമറ വെച്ചോട്ടെ ആ സമരം കഴിഞ്ഞ് ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതും സമരത്തിന് വന്ന ആളുകൾ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതും ബാരിക്കേഡ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ നേതാവ് രാജേന്ദ്രനെ ഇവിടെ ക്രൂരമായി ലാത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുടെ മുൻപാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആലപ്പുഴയുടെ ചരിത്രത്തിൽ പോലീസ് അധികാരികളോടും ഈ മാധ്യമങ്ങൾ ദ്വാരാ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രവർത്തകൻ അടികൊണ്ട് വീഴുമ്പോ കയ്യും കെട്ടി തിരിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ കൂട്ടുള്ള ചില നേതാക്കന്മാരെ മാത്രമേ ആലപ്പുഴയിലെ പോലീസ് കണ്ടിട്ടുള്ളൂ. ഇതാളുകൾ വേറെയാണ് എന്ന് പോലീസ് അധികാരികൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ ഒരു വേലും ഞങ്ങൾ ഇരിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകൻ ഞങ്ങളുടെ നിയമം പഠിപ്പിക്കാൻ പരിശ്രമിച്ചാലും നട്ടലോട് കൂടിയിട്ട് ടെൻഷൻ പറ്റിയിട്ട് കുട്ടിയെ മടിയിലെടുത്ത് കാണിക്കുമ്പോ അതുപോലെന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. സമാധാനവും തന്നെയാണ് ഞങ്ങൾക്കും താല്പര്യം. ഇവിടെ കിട്ടുന്ന നീതി അത് ഭാരതീയർക്ക് സമരത്തിന് കിട്ടിയപ്പോൾ എന്ന് പറയാൻ കൂടി ഞങ്ങളെ ആദ്യം പോകണം. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ സമയത്തിൽ എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എന്റെ ജില്ലാ പ്രസിഡന്റിന്റെ മേലെ കൈവയ്ക്കാൻ ഞാൻ അനുവദിക്കും. അല്ലാതെ അവരെ കൊണ്ടുപോയി ആ